സോ അടുത്ത നമ്മുടെ ടോപ്പിക് അസസിങ് ദ ഡിസേബിൾഡ് എന്നുള്ളതാണ്. ഓക്കെ, അസസിങ് ദ ഡിസേബിൾഡ് ആൻഡ് പെർഫോമൻസ് ഔട്ട്കംസ് ഓഫ് ഡൈവേഴ്സ് ലേണേഴ്സ്. അപ്പം ഡിസേബിൾഡ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ളവരെ ടൈം ടു ടൈം അസസ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ. അപ്പൊ ഈ ഒരു അസസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവർക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പൊ ഡൈവേഴ്സ് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആരൊക്കെ ഉൾപ്പെടും, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവര്, അല്ലെങ്കിൽ പല ഡിഫറെന്റ് എബിലിറ്റീസ് അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ളത്, പിന്നെ അതേപോലെ എന്താണ് വേറെ വേറെ ഇൻട്രസ്റ്റുകൾ അല്ലെ, ചിലർക്ക് ചില ഒരു പ്രത്യേക കാര്യത്തിൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. സോ ഇവരെല്ലാം എന്താണ്, ഡൈവേഴ്സ് ലേണേഴ്സ് ആണ്. ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലെ അല്ല അല്ലെ. അപ്പം ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് അസസ് ചെയ്യാം, ഓക്കെ, അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ വരുന്നത്. അപ്പം ഇതെന്താണ് നമ്മൾ പറഞ്ഞു, ഡൈവേഴ്സ് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെയാണ് അതാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക, വാട്ട് ആർ ഓർ ഹൂ ആർ ദീസ് ഡൈവേഴ്സ് ലേണേഴ്സ്. അപ്പൊ അതിൽ വരുമ്പോൾ നമുക്ക് വേണേൽ പറയാം ലാംഗ്വേജ് ഡിഫറെന്റ് ആയവര്, കൾച്ചർ ഡിഫറെന്റ് ആയവര്, എബിലിറ്റീസ് ഡിഫറെന്റ് ആയവര്, ഇൻട്രസ്റ്റ് ഡിഫറെന്റ് ആയവര്, അതേപോലെ പിന്നെന്താണ് സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ഡിഫറെന്റ് ആയവര്. സോ ഇവരെല്ലാം കൂടി നമ്മൾ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പൊ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യത്തെ അസസിങ് ദ ഡിസേബിൾഡ് നമുക്ക് നോക്കാം. ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഇംപെയർമെന്റ്സ് ദാറ്റ് മേ ബി കോഗ്നിറ്റീവ്, ഡെവലപ്മെന്റൽ, ഇന്റലക്ച്വൽ, മെന്റൽ, ഫിസിക്കൽ ഓർ സെൻസറി. അപ്പം എന്തെങ്കിലും ഒരു ഇംപെയർമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് ഏത് ലെവലിലാണ്, കോഗ്നിറ്റീവ് ലെവലിലോ ഡെവലപ്മെന്റൽ ലെവലിലോ ഇന്റലക്ച്വൽ ആയിട്ടോ ഫിസിക്കൽ ആയിട്ടോ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസേബിൾഡ് എന്ന് പറയുന്നത്. സോ ദീസ് ഇംപെയർമെന്റ് സബ്സ്റ്റാൻഷ്യലി എഫക്ട് എ പേഴ്സൺസ് ലൈഫ് ആക്ടിവിറ്റീസ്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാൾ ഇതിപ്പം ഡിഫറെന്റ്ലി ഏബിൾഡ് ആണെങ്കിൽ പോലും അവർക്ക് എന്തുണ്ടാവില്ല, നമ്മളൊരു നോർമൽ ലൈഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർക്ക് കുറച്ച് പാടായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ലൈഫിനെ തന്നെ അവരുടെ ഈ ഡിസബിലിറ്റി വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഡിസേബിൾ ക്യാൻ ബി പ്രസന്റ് ഫ്രം ബർത്ത് ഓർ അറൈസ് ഡ്യൂറിംഗ് ദി പേഴ്സൺസ് ലൈഫ്. അപ്പൊ ഡിസബിലിറ്റീസ് എങ്ങനെ ഉണ്ടാവാം, ഒന്നുകിൽ ജനിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്ന ഡിസബിലിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് വിത്ത് ടൈം, അതായത് സമയം പോകുന്തോറും ജനറേറ്റ് ചെയ്ത് വന്ന ഡിസബിലിറ്റീസ് കാണും. അപ്പം ഇവരെ നമുക്ക് എങ്ങനെ അസസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അസസിങ് ദ ഡിസേബിൾഡ് ആൻഡ് വാട്ട് ആർ ദ കറന്റ് പ്രാക്ടീസസ്. അപ്പൊ ഡിസേബിൾഡ് സ്റ്റുഡൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ആലോചിക്കുന്നത്, അവർ ഓൾറെഡി കുറെ ബാരിയേഴ്സ് ഫേസ് ചെയ്യുന്നവരാണ് അല്ലെ. ഈവൻ അവരുടെ ആ സ്കൂളിൽ എത്തുക എന്ന് പറയുന്നത് പോലും അവർക്ക് എന്താണ് ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണ്, ഓൾറെഡി ഹിൻഡേർഡ് ആയിട്ട് കിടക്കാം. സോ ഈ ഒരു ബാരിയേഴ്സ് എല്ലാം റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കുട്ടികൾക്ക് പോലും അവരുടെ എബിലിറ്റീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം സ്കൂളിൽ വന്നാൽ മാത്രമല്ലേ ആ കുട്ടിക്ക് എന്തുമാത്രം പഠിക്കാൻ കഴിവുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റൂ. പക്ഷെ സ്കൂളിൽ വരുന്നത് പോലും ആ കുട്ടിക്ക് എന്താണ് ബാക്കി കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ പാടായ ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഉള്ളൊരു കുട്ടികളെ നമുക്ക് എങ്ങനെ അസസ് ചെയ്യാം. അസസ്മെന്റ് ക്യാൻ ബി എ പവർഫുൾ ടീച്ചിങ് ടൂൾ വെൻ അലൈൻഡ് വിത്ത് ദ ലേണിംഗ് ഔട്ട്കംസ്. അപ്പൊ അസസ്മെന്റ് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ കണ്ടു. എന്താണ് അസസ്മെന്റ് എന്ന് പറയുന്നത്, ഒരു കുട്ടിയുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു ഫുൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ നന്നായിട്ട് അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം യൂണിവേഴ്സിറ്റീസിലും അല്ലെങ്കിൽ സ്കൂൾസിലും എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് ഇപ്പൊ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണ്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് അസസ്മെന്റ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്, അതേപോലെ അഡീഷണൽ അറേഞ്ച്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് പല രീതിയിലും അഡാപ്റ്റേഷൻസ് ആൻഡ് അക്കോമഡേഷൻസും ഈ ഒരു ഇൻഡിവിജ്വൽ ഏത് കുട്ടിക്കാണ് ആ കുട്ടിയുടെ നീഡ് എന്താണ് എന്നനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദ കറന്റ് practices which we are following now. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുട്ടികളെ നമ്മൾ എങ്ങനെയാ അസസ് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ഒരു സോഴ്സ് മാത്രം, അൾട്ടർനേറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, ഒരു സോഴ്സ് മാത്രം യൂസ് ചെയ്യാതെ പല സോഴ്സസ് അല്ലെങ്കിൽ പല മെത്തേഡ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും, അസസ്മെന്റ് ചെയ്യും. ഈ അസസ്മെന്റ് എല്ലാം നമ്മൾ എന്താ എൻഷുർ ചെയ്യണം, നമ്മുടെ കരിക്കുലവുമായിട്ട് അലൈൻഡ് ആണ് എന്നുള്ളത് നമ്മൾ എന്തായാലും എൻഷുർ ചെയ്യണം. ഓക്കെ, പിന്നെ അതേപോലെ അസസ്മെന്റ് ഇവർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കുട്ടികൾക്ക് ചെയ്യുന്ന പോലെയല്ല ചെയ്യുന്നുണ്ടാവുക. എങ്ങനെയാണ്, അഡീഷണൽ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും വേണം. അതേപോലെ അവരുടെ ഒരു പെർട്ടിക്കുലർ നീഡ് അനുസരിച്ചായിരിക്കും നമ്മൾ അവർക്കുള്ള അസസ്മെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൽ കൂടെ തന്നെയുള്ളതാണ് എന്താ, അവരുടെ മാർക്കിംഗ് സ്കീമും ഡിഫറെന്റ് ആയിരിക്കണം അല്ലെ. അല്ലെങ്കിൽ സമയം, അതായത് ഇച്ചിരി അധികം സമയം കൊടുക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ സമ്മതിക്കുക. സോ അങ്ങനെ കുറച്ച് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്സും അവർക്കായി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് ഹൗ ദ ഡിസേബിൾഡ് ആർ ബീയിങ് അസസ്ഡ്. ഓക്കെ, ഇനി ഈ ഡിസേബിൾഡ് ആയ കുട്ടികൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, അതായത് ലേണിംഗ് ഡിസബിലിറ്റീസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഒരു ഡിസേബിൾഡ് ആയ കുട്ടികളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. സോ അവരെ നമ്മൾ എന്ത് ചെയ്യണം,
ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാ? ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതായത് നമ്മുടെ ഇവാലുവേഷൻ പ്രോസസ്സിൽ നമുക്ക് എന്ത് കാണാം? ഇവരുടെ ഒരു ലാഗ് കാണാൻ പറ്റും. അപ്പം ഐഡന്റിഫിക്കേഷൻ often involves evaluating learning disabilities affecting information processing, especially language based. അപ്പം ആ ഒരു ഇവാലുവേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ അനദർ ഫാക്ടർ എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ള ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? റൂൾ ഔട്ട് ചെയ്യണം, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പല സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് നമുക്ക് അവിടെ അഡ്മിനിസ്റ്റർ ചെയ്ത് ആ ഒരു ഡിറ്റക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഡിറ്റക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാം? ആ കുട്ടിയുടെ IQ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി ആ കുട്ടിക്ക് വേണ്ടതുപോലെ ഒരു എന്താ പറയാ ലേണിംഗ് ഇത് പ്രോപ്പർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? അതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കണം. സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് ആ ടെസ്റ്റിന് നല്ല വാലിഡിറ്റിയും റിലയബിലിറ്റിയും ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ നമ്മൾ ടെസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. സോ ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക? ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോം ചെയ്യാനായിട്ട്. അപ്പം ആ ടെസ്റ്റ് എന്തായിരിക്കാം? നോം റെഫറൻസ് ആയിരിക്കാം. അതേപോലെ ഇൻഡിവിജ്വലിന്റെ നോം റെഫറൻസ് ആയിരിക്കണം, അല്ലെ? നമ്മൾ എന്താ ആ കുട്ടിയെ വേറെ കുട്ടിയായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. ആ കുട്ടിയെ ആ കുട്ടിയുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് സ്കെയിൽ വെച്ചിട്ടാണ് ആ കുട്ടിയെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പം ആ കുട്ടിയെ നോം റെഫറൻസ്ഡ് ആയിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ എന്താണ്? കൺസിസ്റ്റന്റ്ലി ആൻഡ് റിഗറസ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യണം ഡ്യൂറിംഗ് ദ അസസ്മെന്റ് പ്രോസസ്. അപ്പൊ നമ്മൾ ആക്സസ് ചെയ്യുന്ന എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും? ആ കുട്ടിയുടെ IQ എത്രയാണ്, അക്കാഡമിക് അച്ചീവ്മെന്റ് എന്തൊക്കെയാണ്, മെമ്മറി എങ്ങനെയാണ്, അറ്റൻഷൻ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്താണ്? അത് കഴിഞ്ഞ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ആ ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടെസ്റ്റ് എന്ത് വേണം? സെലക്ട് ചെയ്യണം, അല്ലെ? അപ്പൊ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ടെസ്റ്റ് ആണോ അവർക്ക് കൊടുക്കണം? നമ്മൾ പറഞ്ഞ ആ ടെസ്റ്റ് എന്തായിരിക്കണം എന്ന് പറഞ്ഞു? വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ആൻഡ് റിഗറസ് ആൻഡ് കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ടെസ്റ്റിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം? അസസ്മെന്റ് ഷുഡ് റിഫ്ലക്ട് ദ കോമ്പിറ്റൻസീസ് ആൻഡ് സ്കിൽസ് റെലവന്റ് ടു ഡിസേബിൾഡ് ലേണേഴ്സ് നീഡ്. അപ്പൊ ആ ലേണറിന് എന്താണോ ആവശ്യം അതിനെ പറ്റിയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ലേണറിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു ആവശ്യം നടത്താൻ ലേണറിന് എന്തൊക്കെയാണ് മീൻസ് എന്ത് ലേണിംഗ് വേണം, അതിന്റെ ആ ലേണിംഗിന്റെ ലെവലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? അവിടെ അസസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ടെസ്റ്റിൽ എന്താണ്? ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ബയസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ ലാംഗ്വേജ് ബയസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ മൈഗ്രന്റ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ അവർക്ക് ചിലപ്പോൾ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഒന്നും അറിയുന്നുണ്ടാവില്ല. സോ അങ്ങനെയുള്ളവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? ഈ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ എന്താണ്? കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? കൂടുതലും IQ ഡെസിപ്പൻസീസ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുക. ഓക്കെ, സോ ഫോക്കസ് ഓൺ കരിക്കുലം ബേസ്ഡ് എക്സ്പെക്ടേഷൻസ്. അതായത് കുറച്ചുകൂടെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അവിടെ അറിയേണ്ടത്, അല്ലെ? കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടത്. അല്ലാതെ ആ കുട്ടിക്ക് IQ കുറവാണ് എന്നുള്ളൊരു കൺക്ലൂഷനിൽ വരാനല്ല. ആ കുട്ടിക്ക് പഠിക്കാൻ എന്തുമാത്രം കഴിവുണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം വരുന്നത്, എന്താണ് ആ കുട്ടിയുടെ ഡിഫിക്കൽട്ടി എന്നുള്ളതൊക്കെ നമുക്ക് ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കണം. സോ അങ്ങനെയായിരിക്കണം നമ്മുടെ ടെസ്റ്റ്. ഓക്കെ, ഇനി ഈ ടെസ്റ്റിന്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം? സോ അവിടെ എന്താണ്? IQ അച്ചീവ്മെന്റ് എന്നുള്ളതിനെതിരെ അതിന് മേലിൽ എന്താണ്? ആ കുട്ടിയുടെ കഴിവുകളെ ഐഡന്റിഫൈ ചെയ്യുക, പ്രശ്നങ്ങൾ എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ എന്താണ്? ടാസ്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇവാലുവേഷൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ എന്ത് വേണം? ടെസ്റ്റ് എന്ത് ചെയ്യണം? ensure test cater to individual learner profiles and are aligned with their instructional context. അപ്പം നമ്മൾ ഈ ടെസ്റ്റ് അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടെസ്റ്റ് വളരെ ശ്രദ്ധാപൂർവ്വം വേണം പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആ ഇൻഡിവിജ്വലിന്റെ ലേണിംഗ് പ്രൊഫൈൽ എന്താണോ, ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ, അതിന്റെ ബേസിലായിരിക്കണം എന്ത് ഈ ഒരു ടെസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഒറ്റ അസസ്മെന്റ് മോഡ് മാത്രമായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യാതെ ഓൾട്ടർനേറ്റ് അസസ്മെന്റ് മോഡ്സും നമ്മൾ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, സോ അതേപോലെ ഒരു ഇന്റർവെൻഷൻ പ്രോസസ് ആണ് എന്ത്? ഈ എവിഡൻസ് ബേസ്ഡ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഈ നമ്മൾ ഒരു പേജിലും ഉള്ളെങ്കിലും ഇതൊരു വലിയ ഇച്ചിരി എലോബറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പം എവിഡൻസ് ബേസ്ഡ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് അവർ പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ ഇന്റർവീൻ ചെയ്ത് എന്താ പറയാ ഒരു അവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്റർവീൻ ചെയ്ത് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവരിൽ പ്രശ്നമുള്ളവരെ മാറ്റി അവരെ നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ദാറ്റ് ഈസ് എവിഡൻസ് ബേസ്ഡ് ഇന്റർവെൻഷൻ ഓർ RTI മോഡൽ. RTI എന്ന് പറയുന്നത് റെസ്പോൺസ് ടു ഇന്റർവെൻഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പറയുന്നത് എന്താണ്? ഒരു മൾട്ടി ടയേർഡ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ? ഫസ്റ്റ് എന്താണ്?
റെഗുലർ സ്ക്രീനിങ് ഓഫ് ദ സ്റ്റുഡൻസ് തുടങ്ങും. അതിപ്പം ഇൻസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ, അതായത് നമ്മുടെ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ഏർലി സ്ക്രീനിങ് എല്ലാ കുട്ടികൾക്കും കൊടുക്കും. ആൻഡ് ഇതിന്റെ ഒരു ഫ്രീക്വന്റ് മോണിറ്ററിംഗും കാണും. ഓക്കെ, അപ്പം ഈ ഒരു ഏർലി സ്ക്രീനിങ്ങിൽ നമ്മൾ ചില കുട്ടികൾ, അതായത് സ്ട്രഗിൾ ചെയ്യുന്ന ചില കുട്ടികളെ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് നമ്മുടെ എന്താണ്, ഫസ്റ്റ് ടയർ ഇന്റർവെൻഷൻ ആണ്. അപ്പം അങ്ങനെ ആണെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ടാവും, നമ്മൾ കുറച്ചൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ആ ഒരു ഐഡന്റിഫൈ ചെയ്തവർക്ക് ഒരു ലൈറ്റ് സപ്പോർട്ട് കൊടുത്ത്, ഒരു ലിറ്റിൽ എക്സ്ട്രാ ഹെൽപ്പ് ഒക്കെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, റെഗുലർ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. എന്നാൽ ഇത് എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിലേക്ക് പോകണം. അതാണ് നമ്മുടെ സെക്കൻഡ് ടയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടയറിൽ എന്താണ്, നമ്മൾ ഫസ്റ്റ് ഏർലി ഇന്റർവെൻഷൻ കൊടുത്തു, ചെറിയൊരു ഹെൽപ്പും ലൈറ്റ് സപ്പോർട്ട് ഒക്കെ കൊടുത്ത് ആ കുട്ടികളെ തിരിച്ച് ക്ലാസ്സിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് സെക്കൻഡ് ആണെങ്കിൽ എന്താണ്, കുറച്ചു പേര് അങ്ങനെ കയറി പോയിട്ടും ഉണ്ടാവും. ഓക്കെ, എന്നാലും സ്റ്റിൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, കുറച്ചുകൂടെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് മോഡേൺ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്യുക, അതേപോലെ സ്പെഷ്യലൈസ്ഡ് ലേണിംഗ് മെറ്റീരിയൽസ് കൊണ്ടുവരിക അവർക്കായിട്ട്, പിന്നെ മോണിറ്ററിംഗ് കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആക്കി കൊടുക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. സോ അങ്ങനെയൊക്കെ എന്താണ്, സെക്കൻഡ് ലെവൽ ഓഫ് ഇന്റർവെൻഷൻ കൊണ്ടുവരിക. അപ്പൊ കുറച്ചുകൂടെ എന്തായി, ഒന്ന് ഗ്രൂപ്പ് ചെറുതായി, അതേപോലെ തന്നെ എന്താണ്, ഇന്റൻസീവ് ആയിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഇതും കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഇന്റൻസീവ് ആയിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട് കൊടുത്തിട്ട് എന്നിട്ടും വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ എന്നിട്ടും ആ കുട്ടികൾക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അവർക്ക് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്ലാൻ ഉണ്ടാക്കുന്നത് പോലെ, അതായത് അവരെ നമ്മൾ കുറച്ചുകൂടെ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്, അവർക്കായിട്ടൊരു പ്ലാൻ. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, IEP എന്ന് പറയും നമ്മള്. ഓക്കെ, അതിനെന്താണ്, നമ്മളൊരു കുട്ടിക്ക് വേണ്ടി മാത്രം ആ കുട്ടിയുടെ കഴിവനുസരിച്ച് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ തേർഡ് ടയർ ആയിട്ടും ആ കുട്ടിക്ക് പിക്കപ്പ് ചെയ്യാൻ സാധാരണ നോർമൽ ക്ലാസ്സിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും, ഒരു IEP പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഡിസേബിൾഡിന്റെ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ബാരിയേഴ്സ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അസസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അവരുടെ ഡൈവേഴ്സ് നീഡ്സ് എന്തൊക്കെയാണോ അതിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അവരെ അസസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ എന്തുണ്ടാവും, നമുക്കൊരു എന്താ പറയാ, പ്രൊഫഷണൽ ആയിട്ടും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടും കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആയിട്ടുമുള്ള ടൂൾസ് തന്നെ അവിടെ യൂസ് ചെയ്യണം. യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ എന്തായിരിക്കണം, വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, കരിക്കുലം അലൈൻഡ് ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം, അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യുന്നതും ആയിരിക്കണം. പിന്നെ എന്താണ്, എവിഡൻസ് ബേസ്ഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ RTI മോഡൽ ഓഫ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്റർവ്യൂ ചെയ്തിട്ട് പല ടയേഴ്സിൽ, അതായത് പല സ്റ്റേജസിൽ അവരെ നമ്മൾ തിരിച്ച് എന്താ പറയുക, ക്ലാസ്സിലേക്ക് പറ്റുമോ പറ്റില്ലേ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ അവരെ അസസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ എന്താണ്, ഈ ഒരു ഇൻക്ലൂസീവ് അസസ്മെന്റ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ഇക്വാലിറ്റി ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് അസസിങ് ദ ഡിസേബിൾഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, പെർഫോമൻസ് ഔട്ട്കംസ് ഇൻ ഡൈവേഴ്സ് ലേണേഴ്സ്. അപ്പൊ പെർഫോമൻസ് ഔട്ട്കംസ്, ഇപ്പൊ ഇങ്ങനത്തെയുള്ള ലേണേഴ്സിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ലേണേഴ്സിൽ നമ്മൾ എന്താണ് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ഹൗ ഡു വി എക്സ്പെക്ട് ദം ടു പെർഫോം. അപ്പൊ അവർക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടാവണം, ദേ ഷുഡ് ബി ഏബിൾ ടു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. അതായത് ഒരു രണ്ട് കാര്യങ്ങൾ കിട്ടിയാൽ അത് കമ്പയർ ചെയ്തിട്ട് അതിൽ എന്താ ഡിഫറൻസസ്, എന്താ സിമിലാരിറ്റീസ് എന്നൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ കഴിയണം. നെക്സ്റ്റ് ആണ് എന്ത്, ഇന്റർഫിയർ ആൻഡ് എക്സ്ട്രാപൊളേറ്റ് ഫ്രം സിറ്റുവേഷൻസ്. അപ്പൊ ഇൻഫർ ആൻഡ് എക്സ്ട്രാപൊളേറ്റ് ഫ്രം സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ സിറ്റുവേഷൻസ് നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൺക്ലൂഷൻസ് ഒക്കെ ഡ്രോ ചെയ്യാനും, ഇനി ഇത് ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് കഴിവുണ്ടാവണം. പിന്നെ എന്താണ്, ഇന്റർപ്രറ്റിംഗ് വിഷ്വൽ മെറ്റീരിയൽ. ഇപ്പൊ നമ്മൾ വിഷ്വൽ ആയിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഒക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇന്റർപ്രറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും കഴിയണം. പിന്നെ നെക്സ്റ്റ്, എക്സ്പ്ലനേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്. അപ്പൊ നമുക്ക് അറിയാവുന്ന തന്നെയാണ് അല്ലെ, എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, അവരുടെ ആൻസർ പറയണമെങ്കിൽ, അവരുടെ ഐഡിയാസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കഴിവ് വേണം. അതേപോലെ ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവും നമ്മൾ ഈ ഡൈവേഴ്സ് ലേണേഴ്സിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോ ഇതാണ് നമ്മൾ ഡൈവേഴ്സ് ലേണേഴ്സിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന കഴിവുകൾ. സോ ദീസ് വിൽ ബി ദ പെർഫോമൻസ് ഔട്ട്കംസ് ഇൻ diverse learners.